നമസ്തേ. ഓം ഗും ഗുരുഭ്യോ നമ. ഗംഗണപതയേ നമ. സം സരസ്വത്യേ നമ. ഓം ഷടാനനായ നമ. ഓം നമോ നാരായണായ. ശ്രീ മഹാദേവിയേ നമ. ഓം ബ്രഹ്മാണും ശൂലപാണിം ഹരിം അമരപതിം ഭാസ്കരം സ്കന്ദബിന്ദും വിഷ്ണും വന്യം ധനേശം വർണവപിയമം ധർമ്മമാര്യാൻ ഫണീന്ദ്രാൻ ദേവാൻ ദേവീ സമേതാൻ ഗ്രഹമുനിപിതൃഗോ പക്ഷി നക്ഷത്രയക്ഷാൻ ത്രൈലോക്യസ്ഥാൻ സമസ്താൻ സകല പരിവൃതാൻ സർവഭൂതൈനമാണ്. എല്ലാ സജ്ജനങ്ങൾക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ അജയൻ കടയ്ക്കൽ. ഇന്ന് നമ്മളിവിടെ സംവദിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം, അവർ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ദോഷപരിഹാരാദികൾ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുതലായവയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള എല്ലാവരും ഇത് ശ്രവിച്ച് അവർ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള, ജീവിതത്തിൽ പിന്തുടരേണ്ടതായിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങളെ പിന്തുടർന്ന് ദോഷപരിഹാരാദികളായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്ര ദർശനവും ദേവതാ ഭജനവും ഒക്കെ ചെയ്ത് ദോഷപരിഹാരങ്ങൾ വരുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആകാശമണ്ഡലത്തിൽ കൈവട്ടക പോലെ കാണുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക മേടം രാശിയിലും ബാക്കി 45 നാഴിക ഇടവൻ രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദിത്യനും രാശ്യാധിപൻ മേടം രാശിക്കാർക്ക് ചൊവ്വയും ഇടവൻ രാശിക്കാർക്ക് ശുക്രനുമാകുന്നു. വൃക്ഷം അത്തിയും, മൃഗം പെണ്ണാട്, പക്ഷി മയില്, ദേവത അഗ്നി, സ്ത്രീ നക്ഷത്രം. ഇവർ ധരിക്കേണ്ടതായിട്ടുള്ള ദോഷപരിഹാരത്തിന് ധരിക്കേണ്ടതായിട്ടുള്ള രത്നങ്ങൾ വജ്രവും മാണിക്യവുമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം പറഞ്ഞാൽ ഇവർ എപ്പോഴും സമൂഹ ജീവികളാണ്. ഏകാന്തത ഇതിലധികം പേരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ സമൂഹവുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുവാനും എപ്പോഴും കർമ്മനിരതരായിരിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. കാർത്തിക നക്ഷത്രക്കാരിൽ പൊതുവെ സൗന്ദര്യ ആരാധന, സൗന്ദര്യ ഉള്ള സാധനങ്ങളോടുള്ള ഒരു ഇഷ്ടം, അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളോടുള്ള ഇഷ്ടം, ഇതൊക്കെ വാങ്ങി സൂക്ഷിക്കുക, ഇതൊക്കെ കാണുക, സൗന്ദര്യ ആരാധന, ഇതെല്ലാം ഇവരുടെ ശീലങ്ങളിൽ പെടുന്നതാണ്, പൊതു സ്വഭാവങ്ങളിൽ വരുന്നതാണ്. പ്രസന്നമായും സൗമ്യമായിട്ടും ഉള്ള ഭാഷയിൽ സംസാരിക്കുക, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് പ്രീതി ജനിപ്പിക്കും വിധം പെരുമാറുവാൻ അറിയാവുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ. പലരിലും കലാബോധം, നൃത്തസംഗീതാദി കലകൾ, അതിലുള്ള പ്രാവീണ്യം പലരിലും കാർത്തിക നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നുണ്ട്. ഇവർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ സമൂഹ മധ്യത്തിൽ പ്രശസ്തി, പേര് മുതലായവ ആർജിക്കുന്നവരായിരിക്കും. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു വിശ്രമവും ഇല്ലാതെ അതിൻ്റെ പിറകിൽ തന്നെ നിന്ന് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുവാൻ ശ്രമിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. ഇവർ മൗലികമായിട്ട് ഒന്നും തന്നെ ചെയ്യത്തില്ല എങ്കിലും മറ്റുള്ളവരാൽ ഏൽപ്പിക്കപ്പെട്ട് കൊടുക്കുന്ന കർമ്മം അത്യന്തം ഉത്സാഹത്തോടെയും കഠിന പ്രയത്നത്തിലും അത് പൂർത്തിയാക്കുവാൻ ഏറ്റെടുത്ത് കഴിയുന്ന കർമ്മം പൂർത്തിയാകും വരെ വിശ്രമമില്ലാതെ പെരുമാറുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ചിലരിലെങ്കിലും മടി, അലസത, നിർബന്ധ ബുദ്ധി മുതലായവയും കണ്ടുവരുന്നുണ്ട്. അത്തരം ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് ജീവിത വിജയത്തിന്. ഇവർക്കും മുൻകോപികളാണ്. പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് തന്നെ ആ ദേഷ്യം ശമിക്കുകയും ചെയ്യും. ദേഷ്യം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പരുഷമായി സംസാരിക്കുകയും പിന്നീട് അതിനെപ്പറ്റി പശ്ചാത്തപിക്കുകയും സ്വയം വിമർശനം നടത്തുന്ന നക്ഷത്രക്കാരിൽ ഒരു കൂട്ടരാണ് കാർത്തിക നക്ഷത്രക്കാർ. അവർ സ്വയം വിമർശനം ചെയ്യുന്നവരും തെറ്റുകളെ തിരുത്തുവാൻ നല്ലൊരു ശതമാനവും തയ്യാറാകുന്നവരുമാണ് കാർത്തിക നക്ഷത്രക്കാർ. അപകടകരമായിട്ടുള്ള കാര്യങ്ങളും സാഹസ പ്രവൃത്തികളും ദുഷ്കർമ്മങ്ങളും ചെയ്യുവാൻ മടിയുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ. തൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒരു പരിധിവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർ. ഇവർ എത്രയൊക്കെ ആൾക്കാർ പുകഴ്ത്തിയാലും സ്വന്തം കഴിവ്, സ്വയാർജിത ധനം, സ്വന്തമായിട്ടുണ്ടാക്കിയ പ്രശസ്തി,
സ്വന്തം ഗൃഹം, ഇത്തരത്തിലുള്ള സ്വന്തം കഴിവുകളോടാണ് ഇവർക്ക് പ്രതിപത്തി. ഇവർ അത്തരത്തിൽ ഉണ്ടാക്കുന്ന പ്രശസ്തി അല്ലെങ്കിൽ സ്വന്തം ധനം, സ്വന്തം ഗൃഹം മുതലായവയിൽ അഭിമാനിതരാകാറുമുണ്ട്. മറ്റുള്ളവരാൽ എന്ത് നന്മ അല്ലെങ്കിൽ എന്ത് നേട്ടം ഇവർക്ക് ചെയ്യുന്നോ അതിലല്ല ഇവർക്ക് കൗതുകം. സ്വയമായിട്ട് എന്താണോ നേടിയത് ആ കാര്യത്തിലാണ് ഇവർക്ക് അഭിമാനം കൂടുതലായിട്ട് തോന്നുന്നത്. കാർത്തിക നക്ഷത്രക്കാർ എല്ലാവരും, മിക്കവാറും പേരും തന്നെ ഗൃഹഭരണത്തിൽ വളരെ സമർത്ഥരാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും ഗൃഹഭരണ തൽപരത ഉള്ള ചേർന്ന് പോകാവുന്ന ദമ്പതികളായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതലായും ഉള്ളത്. ദാമ്പത്യ ജീവിതം ഏറെക്കുറെ സംതൃപ്തമായിരിക്കും. എന്നാൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ രോഗങ്ങളോ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഇടയ്ക്കിടയ്ക്ക് അകന്ന് താമസിക്കുവാനുള്ള സാഹചര്യവും കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ഇവർ വളരെ അഭിമാനികളാണ്. ഇവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അവർ പ്രതികരിക്കും. അഭിമാനികളായതുകൊണ്ട് തന്നെ കുറച്ച് ദുരഭിമാനവും ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ്. ആരുടെയും മുന്നിൽ ഒരു പരിധിവരെ മുട്ടുവളയ്ക്കാൻ ഇവർ തയ്യാറാകുന്നതില്ല. ആരൊക്കെ എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്താലും സ്വന്തം അഭിപ്രായമായിരിക്കും അവസാനം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത്. എന്നാലും പല കാര്യങ്ങളും പലവട്ടം ആലോചിച്ച് ഒരു കാര്യത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ അന്തിമ വിജയം കാർത്തിക നക്ഷത്രക്കാർക്ക് സുനിശ്ചിതമാണ്. ഗുരുപരമ്പരകളെയും ഗുരുക്കന്മാരെയും അതുപോലെ ഈശ്വരപ്രസാദത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ഉന്നത വിജയത്തിലെത്തിച്ചേരുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മാർത്ഥതയെ, നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം കാർത്തിക നക്ഷത്രക്കാർ ചെയ്യുമ്പോൾ ആ ആത്മാർത്ഥതയെ വിമർശിച്ച് കൊണ്ട് ഒരു പ്രവൃത്തി ഉണ്ടായാൽ ഇവർ അത് ഒരു കാരണവശാലും സഹിക്കുകയില്ല. അതിന് വളരെ ക്രുദ്ധരായി പ്രതികരിക്കുന്നതും കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവമാണ്. തന്നെ അവഗണിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തന്നെ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത്, തനിക്ക് സ്ഥാനമില്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും കാർത്തിക നക്ഷത്രക്കാർ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്തരം സാഹചര്യം അവർ എന്തു തന്നെ നേട്ടമുണ്ടാക്കിയാലും നമുക്ക് വിരുദ്ധരെന്ന് തോന്നിയാൽ അവരുമായിട്ടുള്ള ചങ്ങാത്തവും അത്തരം സാഹചര്യവും ഒഴിവാക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ കൂടുതലും. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് സഹോദര ഗുണം തുലവും കുറവായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. കാലുകൾക്ക് ബലക്കുറവുണ്ടാകുക, കണ്ഠത്തിന് മുകളിലേക്ക് വരുന്ന രോഗാവസ്ഥകൾ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ഇവരെ പിടിപെടാവുന്നതാണ്. ഇത്തരം രോഗങ്ങൾ വരികയോ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയോ ചെയ്തുകൊണ്ടാൽ ഉടൻ തന്നെ വിദഗ്ധോപദേശം, വൈദ്യസഹായവും തേടുക എന്നുള്ളത് കാർത്തിക നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനവും വിശേഷിച്ചും മഹാദേവ ക്ഷേത്ര ദർശനവും ഒക്കെ ചെയ്യുന്നതും ഇഷ്ടവഴിപാടുകൾ സമർപ്പിക്കുന്നതും കാർത്തികക്കാരുടെ രോഗദുരിതാദികളും ജീവിതത്തിലെ ദുരിതങ്ങളും മാറുന്നതിന് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ മേടം രാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭഗവാനെയും, ഇടവൻ രാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ ഭദ്രകാളി ദേവിയെയും ഭജിക്കുക. ഇവരുടെ ദേവത അഗ്നി ആയതുകൊണ്ട് ദിവസവും ഓം അഗ്നയേ നമ എന്ന് മന്ത്രം ഉരുവിടുന്നതും വളരെ ഗുണമാണ്. ഞായറാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ വിശേഷാൽ മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദിവസവും ആദിത്യ ഭജനവും മഹാദേവ ഭജനവും കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവിധ നന്മകളും ഉയർച്ചയും ജീവിതത്തിലുണ്ടാകുകയും അവരുടെ ഗ്രഹദോഷങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇവർ ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്യേണ്ടതാണ്. ബാല്യാവസ്ഥ കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര പ്രിയങ്കരമായിരിക്കില്ല. തുടർന്ന് ആദിത്യ ദശയിൽ ജനനവും അതിൽ രാഹുദശ വരുന്ന സമയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ രാഹുദശയുടെ ആദ്യകാലങ്ങളിലും അന്ത്യകാലത്തും ഉണ്ടാകുവാൻ ഇടയാകും. തുടർന്ന് വ്യാഴദശയിൽ, മധ്യവയസ്സിന് ശേഷം വ്യാഴദശയിലാണ് കൂടുതലും കാർത്തിക നക്ഷത്രക്കാരുടെ ഉന്നമനവും മനസമാധാനവും സന്തോഷവും. അതുവരെ അവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പല കാർത്തിക നക്ഷത്രക്കാർക്കും അവരുടെ കഴിവിനനുസരിച്ചുള്ള ഉയർച്ച ജീവിതത്തിൽ കണ്ടുവരുന്നില്ല എന്നുള്ള ഒരു പോരായ്മ കാണുന്നുണ്ട്. എന്തായാലും ഈ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് കാർത്തിക നക്ഷത്രക്കാർ എല്ലാ തരത്തിലുമുള്ള ഉയർച്ചയും സമ്പാദിക്കുക. നിങ്ങൾക്ക് ചുവപ്പ്
കാവി എന്നീ നിറങ്ങൾ ഭാഗ്യ നിറങ്ങളാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അർദ്ധസൈനിക വിഭാഗങ്ങൾ, കെമിക്കൽസ് രാസവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിൽ, അതുപോലെ തന്നെ ലോഹങ്ങൾ മെറ്റൽസ് ആയി ബന്ധപ്പെട്ട് ഇരുമ്പുരുക്ക് മുതലായ ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിൽ, മന്ത്രോച്ചാരണം, ഹോമം, യാഗാദികൾ മുതലായവയെല്ലാം കാർത്തിക നക്ഷത്രക്കാരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുവരുന്നു. വജ്രവും മാണിക്യവുമാണ് ഇവർക്ക് ധരിക്കാവുന്ന ഭാഗ്യരത്നങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ ജീവിത വിജയം നേടി എല്ലാ കാർത്തിക നക്ഷത്രക്കാരും ദോഷദുരിതങ്ങളെ മാറ്റി ജീവിത വിജയത്തിലെത്തുക എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്തേ.